പറങ്ങോട്ടേട്ട പണ്ട് കാലത്തുണ്ടായിരുന്ന തച്ചമ്പാറത്തെ പ്രധാനപ്പെട്ട കടകളൊക്കെ ഉണ്ടല്ലോ. ഏപ്പിക്കാരുടെ കട തന്നെയാണ്. അത് കഴിഞ്ഞാൽ അവരുടെ തന്നെ ഇങ്ങേ ഭാഗത്ത് വന്നാൽ മമ്മൂസിയുടെ ഒരു തുണിക്കടയുണ്ട്. ആ, അതായത് അവർ പെട്ടതാണ്. അത് എ പി കടയിൽ പെട്ടതാണ്. വീരാലിക്കല്ല, മമ്മൂസിലേര്. അതായത് എ പി ചേക്കുള്ള ഏട്ടനാണ്. അത് ഏട്ടന് അതിൻ്റെ 3-4 ആളാണ്. ഈ അംസ, പിന്നെ ചേക്കു, പിന്നെ അബ്ദുള്ള, മമ്മൂസിലേർ. അങ്ങനെ തുണിക്കട ആൾക്കാരുന്നു. അത് നമ്മുടെ പഴയ ധനലക്ഷ്മി ബാങ്ക്, പഴയ ധനലക്ഷ്മി ബാങ്ക്. അത് അവർ കൊടുത്തിട്ടാണ്. പൊളിച്ചിട്ട് അവർ വേറെ ബിൽഡിങ് കെട്ടി ബാങ്ക്. പിന്നീടാണ് ധനലക്ഷ്മി ബാങ്ക് വന്നത്. ആദ്യം തുണിക്കട ഉണ്ടായിരുന്നു അവിടെ. അതിന്റെ തൊട്ടായിരുന്നു ഈരാലിക്കാന്റെ അല്ല, അതിന്റെ തൊട്ട് കുഞ്ഞാലിക്കാന്റെ ആ കട തൊട്ട് ഈരാലിക്കാന്റെ തുണിക്കടയും തുന്നക്കടയും രണ്ടും കൂടിയാണ്. അത് കഴിഞ്ഞ് ആ സൈറ്റിന് താഴത്ത് അരികിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് മറ്റേ കുഞ്ഞാറാജിയുടെ സ്ഥലം കെട്ടിടവും അതിൽ പറഞ്ഞക്ക് വലിയ കച്ചവടം താമസം ഉണ്ടായിരുന്നു. അതിൽ തന്നെ ആദ്യം കുഞ്ഞാരാജോട്ട് താമസിച്ചതായി തന്നെയാണ്. അതാണ് ഇപ്പോൾ മറ്റേ നാലകടന്മാർ ബേക്കറി, സർപ്പിൻ്റെ പിന്നെ ഇതുണ്ടല്ലോ, സർപ്പിൻ്റെ ചെരുപ്പ് കടയുണ്ട്. അതൊക്കെ അതിൽ പാമ്പത്തിൽപ്പെട്ടാണ്. ബാർബർ ഷോപ്പ് അതിൻ്റെ അപ്പുറത്ത് ചെല്ലൻ്റെ കട, അമ്പത്തൻ ചെല്ലൻ, മകൻ ചന്ദ്രൻ. അവർ മുതിർച്ചക്കാരായിരുന്നു. അതിനെ നമ്മളെ സുകുമാരൻ്റെ മില്ലില്ലേ, ആ മില്ലിൻ്റെ അതിൻ്റെ മുകളിലായിരുന്നു ഒരു വീട്. അത് കഴിഞ്ഞാൽ തൊട്ട് മിഷ്യങ്കാരൻ കുഞ്ഞാപ്പിന്റെ തുന്നക്കടയും. ഇന്നത്തെ കാലത്ത് അനുസരിച്ച് കുട്ടികൾക്ക് പൊറോട്ടയും ഇതൊക്കെ കൊടുക്കായിരുന്നു അല്ലേ? ശരി. അതായത് അണ്ണായിക്കലാണ്. അത് കഴിഞ്ഞതിൻ്റെ അപ്പുറത്ത് ഒരു കട ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ മുകളിലേക്കുള്ള കോണി. ആ കോണിൻ്റെ അവിടെ ഉണ്ടായിരുന്നു ഒരു ബാർബർ. അവിടെ ബാർബർ ഉണ്ടായിരുന്നു. സോമൻ്റെ അപ്പനും കറങ്ങണ കസേരയൊക്കെ ആയിട്ട് അന്നത്തെ കാലത്ത് അല്ലേ? അത് കുട്ടികൾക്ക് എല്ലാ സ്ഥലം കഴിഞ്ഞു. പിന്നെ ഒട്ടൂര് അപ്പുമേനൻ്റെ സ്ഥലം. അപ്പുമേനൻ്റെ സ്ഥലം അവിടെ അതിലാണ് മറ്റേ ചാരാളപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു ചാരായ ഷാപ്പ് ഉണ്ടായിരുന്നു. അതിൽ വീടുണ്ടായിരുന്നു. ആ വീടുണ്ടായിരുന്നു. ആ വീട്ടിലാണ് അപ്പുമേന താമസിച്ചായിരുന്നത്. അതേ സിമാർത്ത വീടിൻ്റെ മുകളിലാണ് താമസിച്ചായിരുന്നത്. ആ വീടിൻ്റെ മുകളിലാണ് ടി സി മാസ്റ്റർ താമസിച്ചായിരുന്നു. മുമ്പിലല്ല, തൊട്ട് അല്ല, അതല്ല പണ്ട് കാലത്ത് താമസിച്ചിരുന്നത് ടി സി മാസ്റ്റർ അവിടെ ആയിരുന്നു. ടി സി മാസ്റ്റർ അതിൻ്റെ ഇതിൻ്റെ മുകളിലായിരുന്നു. അപ്പുമേനൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിലാണ്. അതായത് നമ്മളെ ഈ ബാലമാഷ അച്ഛൻ്റെ ഏട്ടനാണ് അപ്പുമേനൻ. മുഖഞ്ഞൂല ബാലമാഷ അച്ഛൻ്റെ ഏട്ടനാണ്. നമ്മളെ ഇവിടെ നെല്ലിങ്ങോട്ട് പുത്തൂര് അയാളുടെ അച്ഛനാണ്. അയാളുടെ അച്ഛനത് ഒരു അനുജനുണ്ട്, ബാലകൃഷ്ണൻ. അവരെയാണ് ആ സ്ഥലവും ചാരായ ഷാപ്പും അവരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് കുഞ്ഞാലിക്കാൻ്റെ കണ്ടമായിരുന്നു. ആ കണ്ടായിരുന്നു. ആ കണ്ടവും വലിയൊരു കുളമുണ്ടായിരുന്നു, പള്ളിക്കുളം. ആ കുളം തൊട്ടാൽ അവിടെ ഒന്നും കെട്ടിയിട്ടില്ല. വെറും ഫ്ലാറ്റായിട്ട് കിടക്കുന്ന സ്ഥലമുണ്ട്. ആ ഫ്ലാറ്റായിട്ട് കിടക്കുന്ന സ്ഥലം കുളമാണ്. അതിൻ്റെ അപ്പുറത്ത് ആ കണ്ണുകുളം മൊത്തം കുഞ്ഞാലിക്കാൻ്റെ കൂട്ട് നട്ടുകൊണ്ടും നല്ലൊരുതാക്കിയ സ്ഥലമാണ്. അവിടെയാണ് നമ്മളെ മറ്റേ അക്ഷയും ഉണ്ണിയേട്ടൻ്റെ കെട്ടിടവും മറ്റേ തുണിക്കടിയും അതൊക്കെ കൃഷി. അതായത് അവിടെ പോയത് അറ്റം പോയിട്ട്
മാരമാസത്തിൽ മഴ പെയ്തിട്ട് ആ കറ്റ ചൂടോട്ട് പിന്നെ മുളത്തുപാറ കണ്ണൂട്ട് പുഴമക്കട്ട് പോയിട്ട് പൊരിച്ച് കഴിച്ചിട്ടുണ്ട് കറ്റ. ഓ അത് ശരി, അങ്ങനത്തെ മഴയായിരുന്നു അല്ലേ? ഈ മഴയത്ത് ഒലിച്ചു പോവാണ്. അത് പോയി കഴിഞ്ഞ് പിന്നെയാണ് അവിടെ ആ വീടും വീടുമൊക്കെ പിന്നെ വന്നത്. ഓ അത് ശരി. പിന്നെ അതിന് നേരെ അപ്പുറത്ത് കുഞ്ഞാലിക്കൻ്റെ വീട്, കുഞ്ഞാലിക്കൻ്റെ അതിപ്പോഴും ഉണ്ട്. അതിനിടയ്ക്ക് ഒരു വീട് കണ്ടില്ലേ, കുഞ്ഞാപ്പൂവിൻ്റെ. അതന്നുണ്ട്. അത് പിന്നെ അവർ ആദ്യം അവിടെ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ രാജമ്മേൻ്റെ വീട് അല്ലാതെ കോലിക്കാട്ടുകളം പറയും. ഓ അത് ശരി. നായന്മാരായിരുന്നു. അതെ. അത് മറ്റേ നമ്മളെ വാസനാരൊക്കെ ഉണ്ടല്ലോ, വാസനാർ അയ്യപ്പനാരൊക്കെയാണല്ലോ, അവരൊക്കെ കോലിക്കാട്ടുകളപ്പെട്ട വീട്ടിലാണ്. ഓ അത് ശരി. അയ്യപ്പനാര് അത് ശരി. അവര് കൊടുത്തു പള്ളിക്കുളപ്പിലെ കുമാരനധികാരിക്ക് കൊടുത്തു. ഓ അത് ശരി. കുമാരനധികാരി അതിന് കുറേ കാലം താമസിച്ചു. അത് കഴിഞ്ഞ് അയാള് കൊടുത്തു കാറുകാരൻ ജോർജിന്. കാറുകാരൻ ജോർജിന് കൊടുത്ത് ജോർജിന്റെ കയ്യിൽ നിന്ന് ആ രാജമേനെ വാങ്ങിയത്. അത്രയും കൈമാറ്റമൊക്കെ നടന്നിട്ടാണ് അത് വാങ്ങിയിരിക്കണം. അങ്ങനെ അത് ശരി. ജോർജിന്റെ രാജമേനെ വാങ്ങി. രാജമേനന്റെ കയ്യിൽ നിന്നാണ് കളിപ്പറമ്പ് ഇപ്പോഴത്തെ കളിപ്പറമ്പ് വാങ്ങി. ഓ അത് ശരി. പിന്നെ ഇപ്പൊ അത് നേരെ ഉണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്ത് മണ്ണാന്മാരെ വീടാണ്. അതെ, അത് മണ്ണാൻ ചാമി. അത് ശരി. അവിടെ എങ്ങനെ വീടുണ്ടായിരുന്നു? ആ വീടും ചെറിയൊരു അമ്പലമൊക്കെ ആയിട്ട് അത് ഉണ്ടായിരുന്നു. സൗജ വീടിനെ താഴത്ത് കാവും വൈദ്യം നടന്ന് സൊസൈറ്റിയൊക്കെ കൊടുത്തു. അതിൻ്റെ താഴത്ത് ആണ് ഇപ്പോൾ അനിയപ്പയുടെ വീട്. അതിൻ്റെ അവിടെ കള്ള് ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൽ ആ കള്ള് ഷോപ്പ് ശ്രീധരനും നമ്മളുടെ സുമാരനും കൂടിയാണ് തുടങ്ങിയത്. ആ സമയത്ത് അത് അണ്ണാനിക്കാൻ്റെ സ്ഥലമാണ്. അണ്ണാനിക്കാവ്, അതായത് ഇത് ഷെയറായപ്പോൾ രണ്ട് ഏട്ടയ്ക്ക് ഷെയർ കൊടുത്തു. അത് ഏത്ര സ്ഥലം ആണ് അണ്ണാനിക്ക വാങ്ങിയത്. അനിയത്തെ സ്ഥലത്താണ് ഈ റൗഡിയും പിന്നെ സൊസൈറ്റി നിൽക്കുന്നത്. തൊട്ടാണ് തോരയങ്ങാട്. അതായത് പഴയ കാലത്ത് നാട്ടുപരമായി പറഞ്ഞാൽ കുട്ടമേനോ എന്ന് പറയും. കുട്ടമേനോൻ്റെ പിന്നെ അതിൻ്റെ അപ്പുറത്ത് ചേറുംകോട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ തറവാട്. ഞങ്ങളുടെ തറവാട് അമ്പലമൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ വാര്യത്തുകളം അല്ലേ? വാര്യത്തുകളം അമ്മൂമ്മ പാട് കേട്ടത്. വേറെ അങ്ങനെ ആയിരിക്കില്ല, വേറെ പാടിൻ്റെ കാര്യം ഞങ്ങൾക്ക് നമുക്ക് കേൾക്കുക. സമയത്ത് അന്ന് കാലത്തെ വിളി അമ്മു എന്നാണ്. അതായത് ഇതൊക്കെയും മുത്തശ്ശിയാണ്. അതായത് ഈ ബാലമാഷയും എല്ലാവരും മുത്തശ്ശിയാണ്. അവര് കൊട്ടാണ് പറവണ്ട തൊട്ട വീട് സ്ഥലവും അവർ ഇവർക്ക് ഷെയർ കൊടുത്താണ്. ഒരു മകൾക്ക് ഷെയർ കൊടുത്തത്. അതിൽ കയറ്റിയ വീടാണ്. അതായത് രാജമേനൻ്റെ വീടും തറവാടും. അത് കഴിഞ്ഞ് പിന്നെ വാര്യത്തോളം കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കൂട്ടിലാണ് വാര്യത്തോന്നാണ് മറ്റേ വെടിഞ്ഞേട്ട് താമസിക്കുന്നല്ലോ. മോഹൻ താമസിക്കുന്ന സ്ഥലം, കെട്ടിയന്മാരുടെ സ്ഥലം, ഇതൊക്കെ ആ വയത്തോളപ്പെട്ട സ്ഥലങ്ങളാണ്. അതിനപ്പുറത്ത് ആ തോട്ടും അതിനപ്പുറത്തുള്ള വീട് കഴിഞ്ഞാൽ പള്ളിയിലും കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇടയ്ക്ക് തോട് ഉണ്ട്. ആ തോടിൻ്റെ അപ്പുറത്ത് കുഞ്ഞാറാഴ്ച സ്ഥലമായിരുന്നു. അവരുടെ സ്ഥലം. അത് ഒരു ചെറിയ വീടൊക്കെ കയറ്റി വാടകയ്ക്ക് കൊടുത്തു. വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചായിരുന്നു. അപ്പുച്ചാമി, മണ്ണാനപ്പുച്ചാമി. അവൻ ഈ വീടേക്കാൻ്റെ കട്ടറ മുകളിൽ അവൻ
തേപ്പൊക്കെ ഉണ്ടായിരുന്നു അതെ. തുണികൾ. ഓ അത് ശരി, അന്നത്തെ അത് ശരി. അത് മൂപ്പരായിരുന്നു അല്ലേ? അത് ശരി. അതായത് ഞങ്ങൾ പിന്നെ പൊന്നുമുള്ള ചന്ദ്രനിലാച്ചപ്പം കഴിഞ്ഞ കൊല്ലം മരിച്ചില്ലേ അസുഖമായിട്ട് അതിൻ്റെ അച്ഛൻ. ഓ അത് ശരി. അവര് പണ്ട് കഴിഞ്ഞിട്ട് ആ ഒരു ചെല്ലപ്പെട്ട് അത് ശരി. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ അതിങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ കുഞ്ഞാലിൻ്റെ വീട് സ്ഥലം കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ഒരു ഒരു തൊടേക്കടമല്ല, അതിന് പുത്തമ്പരക്കര സ്ഥലം പറയും. അതായത് ആ സ്ഥലം താഴത്ത് അവരുടെ വീട് മുകളിലാണ്, അവരുടെ മുകളിൽ അപ്പുറത്ത് മുകളിൽ താഴത്തൊരു സ്ഥലമില്ലായിരുന്നു. അതായത് കോളും സ്ഥലമായിട്ട് ഇല്ലായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് തൊടേക്കാടന്മാർ, അതിൻ്റെ അപ്പുറത്ത് കുട്ടിക്കാൻ്റെ ഏട്ടനും കുടുംബവും, അതിനപ്പുറത്ത് കുട്ടിവേദിക്ക. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു ചേട്ടന്മാരാണ്. ഈ ഒരു അങ്ങനെ അങ്ങടേക്ക് സൈഡ് അങ്ങോട്ട് എത്തിക്കിട്ടും. പിന്നെ തച്ചമ്പാറ അപ്പുറം അങ്ങേക്കരയിൽ ഈ പറഞ്ഞ മാതിരി ശ്രീമഞ്ചേട്ടൻ്റെ വീടുകളുണ്ട്. അവിടെ അത് നമ്മളുടെ യൂസഫുണ്ടായിരുന്നില്ലേ, അവൻ ഇത് വിറ്റ് പോയിട്ടാണ് അവിടെ സ്ഥലമായിട്ട് സ്കൂളിൻ്റെ അവിടെ സ്ഥലമായിട്ട് വിറ്റ് പോയിട്ടാണ് ശ്രീമഞ്ചേട്ടൻ അത് കൊടുത്തു. എന്നിട്ടാണ് പിന്നെ അതിന്റെ തൊട്ടോ അത് കഴിഞ്ഞ് വേലക്കാരൻ്റെ വീട്. അതിൻ്റെ ബാക്കിൽ നമ്മള് കോങ്ങാടി പാപ്പച്ചൻ്റെ പിന്നീട് മുകളിൽ തന്നെ മറ്റേ സ്റ്റോറില്ല, വളയസ്റ്റോറിൻ്റെ ബാങ്ക് ഉണ്ടായിരുന്നു. അതിന് പൊടിക്കണ മില്ല്, മാറ്റം മില്ലും എല്ലാം രാജേട്ടൻ്റെ രാജേട്ടൻ അത് ഉണ്ടാക്കിയത്. അതിൻ്റെ മുകളിൽ ചാപ്പറ്റ മുതലുള്ള വീടായിരുന്നു. ഇപ്പൊ ജോർജ് വീട്ടിൽ വീടുണ്ട്. കാഞ്ഞിരപ്പാടല്ല, അത് പിന്നീട് ആദ്യം മിനിക്ക് ഒട്ടി വെച്ച ചാപ്പറ്റ മുതല. അത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു വീടുണ്ടായിരുന്നു, ചെറിയ വീട്. അതിലാണ് നമ്മൾ നായരുടെ മാഷ് കുടുംബനാട്ടിൽ സ്കൂളുകളിൽ കയറുന്നുണ്ട്. അച്ഛന്മാ സ്കൂളിൽ നായര മാഷ് വന്ന് പഠിപ്പിക്കുന്നു. അതിൻ്റെ തൊട്ട് പത്ത് തിയേറ്ററുണ്ട്, കലാവിരുദ്ധ തിയേറ്ററിൻ്റെ ആ കോമ്പൗണ്ട് മൊത്തം അതിലേനെയാണ്. അത് മൊത്തം പേരൊക്കെ അറിയാം. ഇപ്പോഴത് തട്ടിപ്പൊളിച്ച് കോംപ്ലക്സ് ആയിരുന്നു. അതിൻ്റെ അപ്പുറത്ത് അതിന് മുമ്പ് തന്നെ ബാലകൃഷ്ണനായിരിക്കും മട്ടൻ കുഞ്ഞിനും ഒക്കെ അതിന് തൊണ്ടുണ്ടായി കൊടുത്തതാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് അത് തന്നെ അപ്പുറത്ത് മറ്റേ ഇറച്ചിളക്കാർക്ക് മുകളിലേക്ക് കുറച്ച് കൃഷ്ണൻമൂത്ത അവന് വയൽക്ക് കൊടുത്തു. അതിൻ്റെ അപ്പുറത്താണ് ഈ ഇറച്ചിളക്കാർക്ക് കൊടുത്തത്. അതിൻ്റെ അപ്പുറത്താണ് മറ്റേ എക്സൈസ് വരാൻ അതായത് അതിൻ്റെ അപ്പുറത്ത് നായർക്ക് കൊടുത്തു. അവരുടെ അതിൻ്റെ അപ്പുറത്ത് പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് അങ്ങനെ പിന്നെ സ്കൂള്, ചെറിയ സ്കൂളുണ്ട്, സെന്റ് ഡൊമിനിക്കിന്റെ സ്കൂളുണ്ട്. അതിലും അന്ന് 3 ഹാളാണ്. 3 ഹാളേ ഉള്ളൂ. അത് ശരി. ഒരു ഹാളും മുകളിലൊരു ഹാള്, പിന്നെ 2 സൈഡിലേക്ക് അങ്ങനെ 3 ഹാളാണ്. അത് ശരി. അന്നത്തെ 8ാം ക്ലാസ് വരെയാണ് സ്കൂളിലവിടെ. അത് കഴിഞ്ഞ് അവിടെ അച്ഛന്മാ സ്കൂളിൽ എത്തി കഴിഞ്ഞാൽ പിന്നെ മണ്ണാകടയ്ക്കാണ്. അത് ശരി. അന്ന് ഒറ്റ സ്കൂളായിരുന്നല്ലോ അല്ലേ? LP UP ഒറ്റ സ്കൂളായിരുന്നല്ലോ, അവരുടെ ഒറ്റ കോമ്പൗണ്ട് ആയിരുന്നു. ദേശബന്ധു സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ. പിന്നീടാണ് ഈ ഒരു മറ്റാക്കി പ്രൈമറി ആക്കിയതും അപ്പർ പ്രൈമറി ആക്കിയതും ഒക്കെ ആക്കി. പിന്നെ ദേശബന്ധു LP സ്കൂളും പിന്നെ ഹൈസ്കൂളും ആയിരുന്നു പണ്ടുണ്ടായിരുന്നു. ശരിയാണ്.
Wow.